രോഹിത്തേട്ടാ, കഴിഞ്ഞ ദിവസമാണ് കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിലെടുത്തത് SIT സംഘം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിനിടയിൽ ഒരു പരക്കെയുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ താഴമൺ കുടുംബത്തെ ഒന്നാകെ ഈ തന്ത്രി പദവിയിൽ നിന്ന് മാറ്റണം എന്നുള്ളതാണ്. പക്ഷേ പ്രതികരിച്ചിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ, നമ്മുടെ VN വാസവൻ ആയിക്കോട്ടെ, KC വേണുഗോപാലും കുമ്മനം രാജശേഖരനും അടക്കമുള്ള എല്ലാ പാർട്ടിയിലെയും നേതാക്കൾ ഇതിന് എതിരെ എന്താണ് ഇവരെ മാറ്റണം എന്നുള്ളൊരു അഭിപ്രായം പറയുന്നില്ല. എന്തുകൊണ്ടാണത്? അല്ല, അത് വളരെ കാര്യങ്ങൾ അറിയാതെ പ്രതികരിക്കുന്ന ആളുകളാണ് ഈ തന്ത്രി കുടുംബത്തെ തന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊക്കെ പറയുന്നത്. കാരണം എനിക്ക് മനസ്സിലാക്കുന്നത് ഇവർ ഈ തന്ത്രി കുടുംബത്തിന്റെ ഒരു വേർഷൻ, ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ഒരു വേർഷൻ, പരശുരാമൻ നേരിട്ട് ഇവർക്ക് താന്ത്രിക സ്ഥാനം അവിടെ കൊടുത്തു, പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത് എന്ന തരത്തിലൊക്കെയാണ് സത്യത്തിൽ ഇവരുടെ ഒരു വാദം. എങ്കിൽ പോലും ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ ബ്രിട്ടീഷുകാരാൽ എഴുതപ്പെട്ട പല ചരിത്രരേഖകളിലും 1902 മുതൽ താഴമൺ കുടുംബത്തിനാണ് തന്ത്രിസ്ഥാനം ഉള്ളത്. 1902, അതായത് ഏകദേശം 123 വർഷങ്ങളായി താഴമൺ കുടുംബത്തിനാണ് ശബരിമലയുടെ താന്ത്രിക സ്ഥാനം. ഒരു ക്ഷേത്രത്തിന്റെ തന്ത്രി എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലെ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ പിതാവാണ്, പിതൃസ്ഥാനീയനാണ്. അതായത് എല്ലാ ക്ഷേത്രങ്ങളിലും ഇരിക്കുന്ന ഭഗവത് രൂപങ്ങൾ, ഭഗവത് സങ്കല്പങ്ങൾ, ഭഗവാൻ മൈനറാണ്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലെ വസ്തുക്കൾ വിൽക്കുവാൻ സാധിക്കാതെ. കാരണം മൈനറായിട്ടുള്ളവരുടെ പേരിൽ വസ്തു വിൽക്കാൻ പറ്റില്ല, ഭഗവാൻ മൈനറാണ്. അപ്പോൾ സ്വാഭാവിക അത് നിയമം. ഈ ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്നത് ആചാരപരമായ നിയമങ്ങളുടെ അവസാന വാക്ക് എന്ന് പറയുന്നത് തന്ത്രിയാണ്. ഇനി ഈ ചിലർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപയോഗിക്കുന്ന പേരാണ് കണ്ഠരര്, രാജീവൻ, അതവരുടെ സ്ഥാനപ്പേരാണ്. ഇപ്പൊ നമ്മള് ക്രിസ്ത്യൻ മിഷണറീസുകളിൽ ഫാദർമാർക്ക് ഓരോ പേരുണ്ടാവില്ലേ, റവറൽ ഫാദർ എന്നൊക്കെ പറയുന്നത് പോലെ അതുപോലെ ഈ ഇവരുടെ എല്ലാ തന്ത്രിമാരുടെ, അത് ശബരിമല തന്ത്രിമാരുടെ മാത്രമല്ല, ഇപ്പോൾ ഞങ്ങളുടെ ക്ഷേത്രത്തിലെ കോക്കുളത്ത് മഠത്തിൽ കണ്ഠരര് എന്ന് പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്യുക. ആ മഠം അവരുടെ കണ്ഠരര്, താന്ത്രിക സ്ഥാനം തന്ത്രി എന്ന പേര് വന്നാൽ അതിൽ ഈ കണ്ഠരര് കൂട്ടിച്ചേർക്കുന്നത് അവരുടെ രീതിയാണ്, അവരുടെ സ്ഥാനപ്പേരാണ്. ഇനി ഇപ്പോഴും പലരും വിചാരിച്ചിരിക്കുന്നത് ഈ കണ്ഠരര് രാജീവരാണ് ഇപ്പോഴും ശബരിമലയിലെ തന്ത്രി എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതുപോലെ തന്നെ കണ്ഠരരും മോഹനരുമായി ബന്ധപ്പെട്ട ഒരു കേസിനെയും ഈ കേസിനെയും കൂടി കൂട്ടിച്ചേർത്ത് ഇവർ മുഴുവൻ അങ്ങ് കൊള്ളാത്ത ആളുകളാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു കൂട്ടം ആളുകൾ. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. നോക്കൂ, നിലവിൽ പുറത്തു വന്നിരിക്കുന്ന കേസ് നമ്മൾ പരിശോധിക്കണം. ഈ കേസ് പരിശോധിക്കുമ്പോഴാണ് മേഘ പറഞ്ഞ ഈ കേസിന്മേൽ പ്രതികരിച്ചുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രതികരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുമ്മനം രാജശേഖരൻ പറഞ്ഞിരിക്കുന്നത് കേസ് വഴിതിരിച്ചു വിടാനുള്ള ഒരു നീക്കമാണോ എന്ന സംശയം ഇതിന്മേലുണ്ട്. എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ വരുന്നുണ്ട്, അപ്പൊ സത്യം തെളിയും എന്ന് കുമ്മനം രാജശേഖരൻ പറയുമ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് എന്താണ്, ഒരു തന്ത്രിയിൽ കേസ് ഒതുങ്ങില്ല, ദേവസ്വം മന്ത്രിയിലേക്ക് കൂടി ഈ കേസ് അന്വേഷണം നീളേണ്ടതുണ്ട്. അവിടെ തന്ത്രിയെ തള്ളിക്കളയുന്നില്ല, എന്നാൽ മന്ത്രിയെ കുറ്റത്തിന്റെ മുനയിലേക്ക് അദ്ദേഹം നിർത്തുന്നുമുണ്ട്. KC വേണുഗോപാൽ പറഞ്ഞത് വിശദമായി വിഷയങ്ങൾ പഠിക്കാതെ അഭിപ്രായം പറയാൻ പറ്റില്ല, എങ്കിൽ പോലും ശബരിമലയിലെ സ്വർണം കട്ടവരെല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. വാസവനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ വാസവൻ പറയുന്നത് എന്താണ്, ഇത് ഒരാളുടെ അറസ്റ്റിന്മേൽ പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ടതില്ല, ശബരിമല കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് ആരൊക്കെ അറസ്റ്റിലായിട്ടുണ്ടോ ഇവരെല്ലാവരും, അല്ലെങ്കിൽ ഇനിയും കൂടുതൽ അന്വേഷണം നടക്കണം, വ്യക്തമായി കാര്യങ്ങൾ നടക്കണമെന്നാണ് വാസവൻ പറയുന്നത്. നമുക്ക് ഈ കേസിലെ പ്രധാന പ്രശ്നം എന്നല്ല, ഈ കേസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇതിലൊരു അവസാനത്തെ അറസ്റ്റാണ് തന്ത്രിയിന്മേൽ നടത്തിയിരിക്കുന്നത്. ഈ തന്ത്രിയെ ആദ്യ തവണ ചോദ്യം ചെയ്ത് വെറുതെ അങ്ങ് അറസ്റ്റ് ചെയ്തതല്ല, തന്ത്രിയെ പലതവണ ചോദ്യം ചെയ്തിട്ടുണ്ട്, 3-4 തവണ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് അറസ്റ്റ് ചെയ്യപ്പെട്ട ദേവസ്വം ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ ഈ പോറ്റി, ഇവരിൽ നിന്നെല്ലാം മൊഴി എടുത്തിട്ടുണ്ട്. ഈ മൊഴി പകർപ്പിന്മേൽ ചോദ്യം ചെയ്യലിൽ തന്ത്രിയുടെ പേരിലേക്ക് കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് തന്ത്രി ഇപ്പോൾ അറസ്റ്റിലാകുന്നത്. അതിൽ ശ്രദ്ധേയമായത് തന്ത്രിക്കെതിരെയുള്ള മൊഴി എന്ന് പറയുന്നത് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന്റെ മൊഴിയാണ്. തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കട്ടിളപ്പാളികളിലെയും താരപാലക ശില്പങ്ങളിലെയും കവചങ്ങൾ വീണ്ടും സ്വർണം പൂശാൻ അല്ലെങ്കിൽ സ്വർണം പൊതിയാൻ ഈ പറയപ്പെടുന്ന തീരുമാനമെടുത്തത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പത്മകുമാറിന്റെ ഒരു മൊഴിയുണ്ട്. അപ്പോഴും ഈ കേസ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കേസിന്റെ തെളിവുകൾ പ്രകാരം ഭഗവാനിൽ നിന്ന് അരിഞ്ഞ വാങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ ഈ കുറ്റങ്ങൾ കണ്ടിട്ടും തന്ത്രി ഒന്നും മിണ്ടിയില്ല. ഇത് ഈ പറയപ്പെടുന്ന ക്ഷേത്രാങ്കണം വിട്ട് പുറത്തു കൊടുക്കാൻ മൗനാനുവാദം നൽകി പുറത്തു കൊണ്ടുവരാൻ ഇതൊക്കെയാണ് തന്ത്രിന്മേലുള്ള കുറ്റം. പിന്നെ ഈ ഉണ്ണിപ്പോറ്റിയുമായി അദ്ദേഹത്തിനുള്ള ബന്ധം, സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു കീഴ്ശാന്തിയായി വന്ന് അവിടുത്തെ മെയിൻ ആളായ ആളാണ്. തന്ത്രിക്ക് അയാളിന്മേൽ അവർ തമ്മിലൊരു ബന്ധമൊക്കെ ഉണ്ടാകും, അതിനകത്ത് നമുക്ക് സംശയിക്കേണ്ടതായിട്ടൊന്നുമില്ല. അപ്പൊ എന്തായാലും പക്ഷേ എന്നെ അപ്പോഴും കുഴയ്ക്കുന്ന ഒരു സംഭവം, കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. അപ്പം തെളിവുകളില്ലാതെ ഒരു അറസ്റ്റിലേക്കോ പിന്നെ അറസ്റ്റ് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ
അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയോ ചെയ്യേണ്ടുന്ന സാഹചര്യമുള്ളപ്പോൾ ഇതിൽ ഈ പുറത്തു വരുന്ന തെളിവുകൾക്കപ്പുറത്തേക്ക് എന്തൊക്കെയോ തെളിവുകൾ രാജീവരെതിരെ അവിടെ ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയം അവിടെയാണ് നിലനിൽക്കുന്നത്. ഇനി മറ്റൊന്നു കൂടി പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇടതുപക്ഷ സർക്കാരിന്റെയും കണ്ണിലെ കരടാണ് കണ്ഠരര് രാജീവര്. അതെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പലരും പറയുന്ന മറ്റൊരു കാര്യമാണ് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുണ്ടായ ഒരു വീഴ്ച മറയ്ക്കാൻ കണ്ഠരര് രാജീവരെ ഒരു ബലിയാടാക്കിയെന്ന്. ഇപ്പൊ നോക്കൂ, ഈ തന്ത്രി നവംബർ മാസത്തിൽ കൊടുത്തൊരു മൊഴിയുണ്ട്, SIT കൊടുത്തൊരു മൊഴിയുണ്ട്. അതിൽ പറയുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ തീരുമാനമെടുത്തു ഇവയെല്ലാം മാറ്റാൻ. ഞാൻ അതിന് അനുജ്ഞ കൊടുത്തു, അതായത് ഭഗവാനോട് അനുജ്ഞ വാങ്ങി. ഞാൻ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രത്തിലെ ഒരു കല്ല് അവിടെ താന്ത്രിക വിധി പ്രകാരമോ അല്ലെങ്കിൽ അവിടുത്തെ വാസ്തുശാസ്ത്ര വിധി പ്രകാരമോ തന്ത്രശാസ്ത്ര വിധി പ്രകാരമോ സ്ഥാപിച്ചിട്ടുള്ള ഒരു കഷ്ണം കല്ലെങ്കിലും എടുത്തു മാറ്റണമെങ്കിൽ ഭഗവാന്റെ അനുജ്ഞ വേണം. ആ ഭഗവാന്റെ അനുജ്ഞ വാങ്ങേണ്ടത് ഭഗവാന്റെ പിതാവായ തന്ത്രിയാണ്. അപ്പൊ അത് വാങ്ങിക്കൊടുത്തു. SIT പറയുന്നത് വാങ്ങിയിട്ടില്ല. SITക്ക് അത് പറയാനുള്ള അധികാരമൊന്നുമില്ല, അത് തന്ത്രിയാണ് അനുജ്ഞ വാങ്ങുന്നത്. അപ്പൊ അനുജ്ഞ കലശം അതുപോലെ ഒരുപാട് ചടങ്ങുകളൊക്കെ അവിടെ നടത്തേണ്ടതുണ്ട്. എന്തായാലും അത് വാങ്ങിക്കൊടുത്തു മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇത്തരത്തിലൊരു വലിയ കൊള്ളക്കാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്കിതിൽ സങ്കടമുണ്ട്. അദ്ദേഹം ആദ്യം മാധ്യമങ്ങളോട് പ്രവർത്തിച്ചു. കുസ്വർണ്ണ ശബരിമല ഇത്രയും വലിയൊരു കൊള്ള നടന്നത് ഭയങ്കര ഇതായിപ്പോയി, അതിന്മേൽ അന്വേഷണം നടക്കണമെന്ന് തന്നെയായിരുന്നു കണ്ഠരര് രാജീവർ ആദ്യം കൊടുത്ത മാധ്യമങ്ങളോട് കൊടുത്ത ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ, എന്തെങ്കിലും കൂടുതൽ തെളിവുകൾ ഇവരുടെ പക്ഷത്തുണ്ടോ, അതോ ഈ പറയപ്പെടുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്മേൽ എന്തായാലും കോടതിയുടെ നിയന്ത്രണത്തിലാണെങ്കിൽ പോലും അവർ സർക്കാരിന്റെ ജീവനക്കാരാണ്, സർക്കാരിന്റെ ഇടപെടലുണ്ട്. കണ്ഠരര് രാജീവര് എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ഠരകണ്ടായി? മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ഠരര് രാജീവരെ കുറിച്ച് ശബരിമല സ്ത്രീ പ്രവേശനം കഴിഞ്ഞ് നടത്തിയ പരാമർശങ്ങൾ ഇപ്പോഴും സൈബർ ഇടങ്ങളിലുണ്ട്. എന്താണ് പറഞ്ഞതെന്നറിയോ? വയ്യെങ്കിൽ രാജിവെച്ച് പൊക്കോണം, സർക്കാരിന്റെ തീരുമാനങ്ങൾക്കെതിരെ നിൽക്കാനാണ് തന്ത്രി തുനിയുന്നതെങ്കിൽ രാജിവെച്ച് പൊക്കോണം. എന്തിനാണെന്നറിയുമോ പറഞ്ഞേ? ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനം ഉണ്ടായപ്പോ ഈ പറയപ്പെടുന്ന പോലീസ് തീരുമാനിക്കുകയാണ് ആക്ടിവിസ്റ്റുകളെ കയറ്റാൻ. അന്ന് IG ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സ്ത്രീകളുമായി മല കയറുന്നു. പക്ഷെ ഒരു ഭയങ്കര പ്രശ്നം, ആഴിയിൽ ചാടി മരിക്കാൻ ആളുകൾ കാത്തു നിൽക്കുന്നു. അങ്ങനെ പോലീസിന് ലാത്തി എടുക്കേണ്ടുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നു. വലിയൊരു കലാപ ഭൂമിയായി ശബരിമല മാറാൻ നിൽക്കുമ്പോൾ ഉയർന്നു കേൾക്കുന്ന ശരണമന്ത്രങ്ങൾക്കപ്പുറത്തേക്ക് ഗോബാക്ക് വിളികളൊക്കെ കേൾക്കുമ്പോൾ അവിടെ ഈ പറയപ്പെടുന്ന നാലമ്പലത്തിന്റെ മുന്നിലേക്ക് ഈ സ്ത്രീകൾ എത്തിയപ്പോഴും സർക്കാരിന്റെ നിർദ്ദേശം തന്ത്രിക്കുണ്ട്, നട അടയ്ക്കാൻ പാടില്ല. പക്ഷെ അവസാന നിമിഷം ഭക്തരുടെ പ്രഷറിൽ ഈ പറയപ്പെടുന്ന കണ്ഠരര് രാജീവര് നടയടച്ചു. അദ്ദേഹം പറഞ്ഞത് നടയടച്ചതല്ല, ചാരിയിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ചെന്ന സ്ത്രീകൾക്ക് അയ്യപ്പ വിഗ്രഹം കാണാൻ സാധിച്ചിട്ടില്ല, കാരണം തന്ത്രി നടയടച്ചു. ഇത് സർക്കാരിന്റെ നിലപാടിനെതിരായിരുന്നു. അപ്പോഴത്തെ തന്ത്രി ചെയ്ത എന്താ? സ്വാഭാവികമായും ആചാരലംഘനം നടന്നാൽ ശുദ്ധിക്രിയകൾ ചെയ്യുക എന്നുള്ളത് തന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. ഈ ആചാരങ്ങൾ എവിടെയാണ് വരിക? ക്ഷേത്രങ്ങളുടെ പടിത്തരത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. ആ ആചാരങ്ങൾ മാറ്റണമെങ്കിൽ ഒരു സുപ്രീം കോടതി വിധി പ്രകാരം പടിത്തരം മാറ്റണം. അതിന് ഭഗവാന്റെ അനുവാദം വേണം, അതിന് ദേവപ്രശ്നം വെക്കണം. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. നമ്മൾ ഈ കോടതി പറയുന്നത് പോലെയോ സർക്കാർ പറയുന്നത് പോലെയല്ല ക്ഷേത്രാചാരങ്ങൾ. ഇപ്പൊ തന്ത്രി സംബന്ധിച്ചിടത്തോളം തന്ത്രിക്ക് ഒരു പക്ഷേ സർക്കാരിനോട് എതിർത്ത് നിൽക്കാൻ കഴിയില്ലെങ്കിലും അദ്ദേഹത്തിന് ആ പടിത്തര പ്രകാരം അദ്ദേഹത്തിന് കിട്ടിയ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ കഴിയില്ല. അവിടെ ശുദ്ധിക്രിയ ചെയ്യാൻ വേണ്ടി അദ്ദേഹം അഭിപ്രായം ചോദിച്ചത് ആരോടാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാ? പത്മകുമാർ ഒന്നും വേണ്ടിയില്ല. കാരണം എന്താ? അന്നും പത്മകുമാറിന് ഈ പറയപ്പെടുന്ന സ്ത്രീ പ്രവേശനത്തിനോട് അനുകൂല നിലപാടുണ്ടായിരുന്നില്ല. എന്നാൽ പത്മകുമാറിന്റെ കുടുംബം ഒരു ട്രഡീഷണൽ ഹൈന്ദവ ഫാമിലിയാണ്. ഈ പറയപ്പെടുന്ന ഹരിവരാസനം എഴുതിയ അമ്മൂമ്മയുടെ കൊച്ചുമകനാണ് ഈ പത്മകുമാർ. അതുകൊണ്ട് പത്മകുമാർ കൂട്ടു. പക്ഷേ സ്വർണ്ണം കൊക്കാൻ കൂട്ട് നിന്നു എന്ന് SIT പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ നിവൃത്തിയില്ല താരം. ആ സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് മെമ്പർമാരായിരുന്ന വാസുവിനോടും ഒരാളോടും, ഞാൻ പേര് വിട്ടുപോയി, ഇവരോടും തന്ത്രി അഭിപ്രായമാരായിരുന്നു. ഇവർ രണ്ടുപേരും കേട്ടിട്ടും വ്യക്തമായൊരു മറുപടി കൊടുത്തില്ല. അവസാനം തന്ത്രി തീരുമാനം എടുക്കുകയാണ് ശുദ്ധികലശം നടത്തുക. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ശബരിമലയിൽ ശുദ്ധികലശം നടത്തി. ആചാര ലംഘനത്തിന് പരിഹാരക്രിയകൾ താന്ത്രിക വിധി പ്രകാരം രാജീവര് ചെയ്തു. മുഖ്യമന്ത്രിയുടെ കണ്ണിൽ ഇരുട്ട് കയറി, കോപം പൂണ്ടു. മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്ത്രിയെ പറയാൻ പറ്റുന്ന മുഴുവൻ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊന്നും അറിയാതെ പറയാം രാജിവെച്ച് പോകാൻ പറ്റില്ല. അതിന്റെ കാര്യം എന്താ? താഴമൺ കുടുംബത്തിലാണ് താന്ത്രിക സിംഗ്. താഴമൺ കുടുംബത്തിലേക്ക് വന്നാൽ ആദ്യം ചോദിച്ചതുപോലെ ഇപ്പോഴത്തെ തന്ത്രി രാജീവരല്ല. നിലവിലത്തെ ശബരിമലയിലെ തന്ത്രി താഴമൺ കുടുംബത്തിൽ കണ്ഠരര്, മഹേശ്വരര്, മോഹനരാണ്. അതായത് പഴയ മോഹനര് തിരുമേനിയുടെ മകൻ. മറ്റൊരു തന്ത്രിയുണ്ട്, ഓരോ വർഷവും മാറി വരും. ഇവർ രണ്ട് കുടുംബമാണ്. ഈ താഴമൺ കുടുംബം രണ്ടച്ഛന്റെ താഴ്വഴിയിൽ പോകുന്ന കുടുംബമാണ്. രണ്ടാമത്തെ തന്ത്രിയുടെ കുടുംബത്തിൽപ്പെട്ടതാണ് കണ്ഠരര് രാജീവര്. ഈ കണ്ഠരര് രാജീവരുടെ മകൻ കണ്ഠരര് ബ്രഹ്മദത്തൻ, അദ്ദേഹമായിരുന്നു കഴിഞ്ഞ തവണ തന്ത്രി. ഇത്തവണ മഹേഷ് മോഹനരാണ്. അപ്പൊ ഇവരാണ് മാറിയും തിരിയും അവിടെ താന്ത്രിക സ്ഥാനം അലങ്കരിച്ചു പോകുന്നത്. ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പുതുസ്ഥാനത്ത് നിന്നുകൊണ്ട് ഇവരുണ്ട്. മോഹനുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് ശേഷം മോഹനരെ വലിയ രീതിയിൽ എന്തില്ല, ശബരിമലയിലേക്ക് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ കണ്ഠരര് രാജീവര് കരഞ്ഞുകൊണ്ട് അഭിഭാഷകനോട് പറഞ്ഞു, ഇനി മാല ചവിട്ടാൻ ഞാനില്ല എന്ന് കണ്ഠരര് രാജീവര് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇത് ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു കേസാണ്. പക്ഷെ ഒന്നുണ്ട്,
രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ മന്ത്രിയിലേക്ക് ഈ കേസ് നീളുന്നുണ്ടോ? ഈ കേസ് അന്വേഷിക്കുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, കേരള പോലീസ് അല്ല, കോടതിയല്ല, ഭഗവാൻ അയ്യപ്പൻ നേരിട്ടാണ്.